ഹായ് ഹലോ കുട്ടികളെ, എല്ലാവർക്കും ഫിറ്റ്നസ് ബോക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 6ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രമാണ് കേട്ടോ എടുക്കുന്നത്. അതിലെ രണ്ടാമത്തെ പാഠഭാഗമായിട്ടുള്ള ആദ്യ രാഷ്ട്രങ്ങളാണ്. ഒന്നാമത്തെ ചാപ്റ്റർ നമ്മൾ ആദിമ മനുഷ്യരും സംസ്കാരങ്ങളും മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് മലയാളം മീഡിയം ഇംഗ്ലീഷ് മീഡിയം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ പോയി നോക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന മക്കൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട കേട്ടോ. നമുക്ക് നേരെ പാഠഭാഗത്തോട്ട് പോവാം. വളരെ സന്തോഷത്തിലാണ് തിങ്കൾമേട് സർക്കാർ വിദ്യാലയത്തിലെ കുട്ടികൾ. സാംസ്കാരിക വിനിമയ പരിപാടിയുടെ മലയാള പരിഭാഷയിലുള്ള സംപ്രേഷണം കാണാൻ എല്ലാവരും കോൺഫറൻസ് ഹാളിൽ എത്തിയിട്ടുണ്ട്. ഹെഡ് മാസ്റ്റർ സംസാരിച്ചു തുടങ്ങി. പ്രിയപ്പെട്ട കുട്ടികളെ, സാംസ്കാരിക വിനിമയ പരിപാടിയെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വിവിധ രാജ്യങ്ങളുടെയും പ്രദേശങ്ങളുടെയും ചരിത്രവും സംസ്കാരവും പരസ്പരം മനസ്സിലാക്കുന്നതിന് സഹായിക്കുന്നതാണ് സാംസ്കാരിക വിനിമയ പരിപാടികൾ. വിവിധ രാജ്യങ്ങളുടെ വിദ്യാർത്ഥി പ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് എല്ലാ വർഷവും ഇത്തരം സാംസ്കാരിക വിനിമയ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. ഈ വർഷം ഗ്രീസ്, ഇറാൻ, ഇറ്റലി എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് ഇന്ത്യ സംഘടിപ്പിച്ച ഈ പരിപാടിയിൽ പങ്കെടുത്തത്. ഓരോ രാജ്യത്തിൽ നിന്നുമുള്ള വിദ്യാർത്ഥി പ്രതിനിധികൾ അവരുടെ രാജ്യത്തിന്റെ ചരിത്രവും സംസ്കാരവും പങ്കുവച്ചത് നമുക്ക് പരിചയപ്പെടാം. ഗ്രീസിൽ നിന്നുള്ള അദീന ഒളിമ്പിക്സ് ചിഹ്നം പ്രദർശിപ്പിച്ചുകൊണ്ടാണ് സ്വന്തം നാടിന്റെ വിശേഷങ്ങൾ പങ്കുവച്ചത്. കൂട്ടുകാരെ, ഈ ചിഹ്നം നിങ്ങൾക്ക് പരിചിതമാണല്ലോ. ഇന്ന് ലോകം മുഴുവൻ ഉത്സാഹത്തോടെ പങ്കെടുക്കുന്ന ഒളിമ്പിക്സിന് ആരംഭം കുറിച്ചത് പുരാതന ഗ്രീസിലാണ്. ഗ്രീക്ക് നഗരരാഷ്ട്രമായ ഏഥൻസിൽ ഉടലെടുത്ത ജനാധിപത്യം ഞങ്ങൾ ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവനയാണ്. തെക്കുകിഴക്കൻ യൂറോപ്പിലാണ് ഗ്രീസ് സ്ഥിതി ചെയ്യുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് ഉയർന്നു സ്ഥിതി ചെയ്യുന്ന ഒറ്റപ്പെട്ട താഴ്വരകൾ, കുന്നുകൾ, ചെറുപർവ്വതങ്ങൾ തുടങ്ങിയ ഭൂമിശാസ്ത്ര സവിശേഷതകളാൽ സമ്പന്നമാണ് എൻ്റെ രാജ്യം. അപ്പം ഗ്രീസിനെ കുറിച്ചാണല്ലേ ഈ ഒരു പെൺകുട്ടി പറഞ്ഞിട്ടുള്ളത്. ഇനി താഴെ നോക്കൂ. അദീനയുടെ വിവരം ശ്രദ്ധിച്ചല്ലോ. എന്തൊക്കെ വിവരങ്ങളാണ് ഇതിൽ നിന്ന് ലഭിച്ചത്? എന്തൊക്കെയാണ്? ഒളിമ്പിക്സ് ആരംഭിച്ചത് പുരാതന ഗ്രീസിലാണ്. പിന്നെയോ, ഗ്രീസിലെ നഗരരാഷ്ട്രമായ ഏഥൻസിലാണ് ജനാധിപത്യം ഉടലെടുത്തത്. തെക്കുകിഴക്കൻ യൂറോപ്പിലാണ് ഗ്രീസ് സ്ഥിതി ചെയ്യുന്നത്. വ്യത്യസ്തമായ ഭൂമിശാസ്ത്ര സവിശേഷതകളാൽ സമ്പന്നമാണ് ഗ്രീസ്. പുരാതന ഗ്രീസിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നമുക്ക് അന്വേഷിക്കാം. ഇനി ഗ്രീക്ക് നഗരരാഷ്ട്രങ്ങൾ. പുരാതന ഗ്രീസിൽ ഗ്രാമങ്ങളായിരുന്നു പ്രധാന അധിവാസ കേന്ദ്രങ്ങൾ. കൃഷിയും കച്ചവടവും വികസിച്ചതോടെ നഗരങ്ങൾ രൂപം കൊണ്ടു. കാലക്രമേണ ഒരു നഗരവും ചുറ്റുമുള്ള കുറെ ഗ്രാമങ്ങളും ഒത്തുചേർന്ന് നഗരരാഷ്ട്രങ്ങളായി രൂപാന്തരം പ്രാപിക്കാൻ തുടങ്ങി. ഈ നഗരരാഷ്ട്രങ്ങൾ പോളിസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഭൂപടം 2.1 നിരീക്ഷിച്ച് പുരാതന ഗ്രീസിൽ നിലനിന്നിരുന്ന പ്രധാന നഗരരാഷ്ട്രങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തി എഴുതൂ. ഭൂപടം നോക്കൂ. ഏതൊക്കെയാണ്? തീബ്സ്, കൊറിന്ത്, ഏഥൻസ്, സ്പാർട്ട. കടലുകളോ ഉയർന്ന പർവ്വതങ്ങളോ പുരാതന ഗ്രീസിലെ ഈ നഗരരാഷ്ട്രങ്ങളെ തമ്മിൽ വേർതിരിച്ചിരുന്നു. അതിനാൽ ഓരോ നഗരരാഷ്ട്രവും ഒറ്റപ്പെട്ട നിലയിലായിരുന്നു. ഇക്കാരണത്താൽ ഒരു പൊതുഭരണ സംവിധാനം പുരാതന ഗ്രീസിൽ ഉണ്ടായിരുന്നില്ല. ഗ്രീസിലെ പ്രധാന നഗരരാഷ്ട്രങ്ങളായിരുന്നു ഏഥൻസും സ്പാർട്ടയും. ഏഥൻസ് നിങ്ങൾ ക്ലാസ് ലീഡറേയും സ്കൂൾ ഒക്കെ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്? കൂട്ടായ തീരുമാനത്തിലൂടെയോ വോട്ടെടുപ്പിലൂടെയോ. ഇപ്രകാരം ഭരണാധികാരികളെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന സംവിധാനം ഏതാണ്? ജനാധിപത്യം. ജനാധിപത്യത്തിന്റെ ആദ്യ രൂപം ഉടലെടുത്തത് ഗ്രീക്ക് നഗരരാഷ്ട്രമായ ഏഥൻസിലാണ്. ഭരണകർത്താക്കളെ തിരഞ്ഞെടുക്കുന്നതിലും നിയമനിർമ്മാണത്തിലും ഏഥൻസിലെ പൗരത്വമുള്ള എല്ലാ പുരുഷന്മാർക്കും പങ്കാളിത്തമുണ്ടായിരുന്നു. സ്ത്രീകൾ, അടിമകൾ, വിദേശികൾ തുടങ്ങിയവർക്ക് പൗരത്വ പദവി ഉണ്ടായിരുന്നില്ല. പെരിക്ലിസിന്റെ കാലത്താണ് ഏഥൻസിൽ ജനാധിപത്യം വിപുലമാകാൻ തുടങ്ങിയത്. ഏഥൻസിലെ രാഷ്ട്രീയ സഭ അസംബ്ലി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇനി ഏഥൻസിന്റെ മറ്റ് സവിശേഷതകൾ പരിചയപ്പെടാം. കല, സംസ്കാരം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിയിരുന്ന വിദ്യാഭ്യാസ രീതി. ആൺകുട്ടികൾക്ക് 2 വർഷത്തെ നിർബന്ധിത സൈനിക സേവനം. ശക്തമായ കപ്പൽപ്പടയും സൈനിക വ്യൂഹവും. ഇനി നോക്കൂ, ഏഥൻസിലെ പൗരർ. ഏഥൻസിൽ എല്ലാവരെയും പൗരരായി പരിഗണിച്ചിരുന്നില്ല. ഒരു വ്യക്തിക്ക് പൗരത്വ പദവി ലഭിക്കണമെങ്കിൽ അയാൾ സ്വതന്ത്രനായ പുരുഷനായിരിക്കണം. രക്ഷകർത്താക്കൾ ഏഥൻസുകാർ ആയിരിക്കണം എന്നിങ്ങനെയുള്ള നിബന്ധനകൾ ഉണ്ടായിരുന്നു. ഇനി പെരിക്ലിസ്. ഏഥൻസിലെ ശക്തനായ ഭരണാധികാരിയായിരുന്ന പെരിക്ലിസിന്റെ ഭരണകാലത്താണ് ഏഥൻസ് ഗ്രീക്ക് നഗരരാഷ്ട്രങ്ങളിൽ പ്രബലമായ സ്ഥാനം നേടിയെടുത്തത്. അധികാരം ഒരാളിൽ കേന്ദ്രീകരിക്കാതെ എല്ലാ ജനങ്ങൾക്കും പങ്കാളിത്തമുള്ളതാകണം എന്നതായിരുന്നു പെരിക്ലിസിന്റെ ആശയം. നോക്കൂ, സ്പാർട്ട.
ഏതൻസിൽ നിന്നും വ്യത്യസ്തമായി പ്രഭുഭരണമാണ് സ്പാർട്ടയിൽ നിലനിന്നിരുന്നത്. പരമ്പരാഗത മൂല്യങ്ങൾക്കും സൈനിക പരിശീലനത്തിനും മുൻതൂക്കമുള്ള വിദ്യാഭ്യാസ സമ്പ്രദായമായിരുന്നു ഇവിടെയുണ്ടായിരുന്നത്. ആൺകുട്ടികൾക്ക് 23 വർഷത്തെ സൈനിക സേവനം നിർബന്ധമായിരുന്നു. ഏതൻസിന്റെയും സ്പാർട്ടയുടെയും സവിശേഷതകൾ സംഭാഷണ രൂപത്തിൽ അവതരിപ്പിക്കൂ. അപ്പോൾ ഏതൻസിൽ നിന്നുള്ള കുട്ടി എന്താണ് പറയുന്നത്? ഞങ്ങളുടെ നാട് ജനാധിപത്യത്തിന്റെ ജന്മഗ്രഹമെന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ സ്പാർട്ടയിലെ കുട്ടി പറയുന്നത് പരമ്പരാഗത മൂല്യങ്ങൾക്കും സൈനിക പരിശീലനത്തിനും മുൻതൂക്കമുള്ള വിദ്യാഭ്യാസ സമ്പ്രദായമാണ് ഞങ്ങളുടേത്. ഗ്രീക്ക് നഗര രാഷ്ട്രങ്ങളുമായി ശത്രുതയിലായിരുന്ന പേർഷ്യൻ സാമ്രാജ്യത്തെ ഏതൻസിന്റെയും സ്പാർട്ടയുടെയും സംയുക്ത സൈന്യം ആക്രമിച്ചു കീഴടക്കി. ഈ യുദ്ധങ്ങളാണ് ഗ്രീക്കോ പേർഷ്യൻ യുദ്ധങ്ങൾ എന്നറിയപ്പെടുന്നത്. എന്നാൽ പിൽക്കാലത്ത് ഏതൻസുമായി ശത്രുതയിലായ സ്പാർട്ടയുമായി സഖ്യത്തിലായിരുന്ന ചില നഗരരാഷ്ട്രങ്ങളും ചേർന്ന് ഏതൻസിനെ ആക്രമിച്ചു. പെലപ്പൊനീഷ്യൻ യുദ്ധങ്ങൾ എന്നറിയപ്പെടുന്ന ഈ യുദ്ധത്തിൽ സ്പാർട്ട വിജയിച്ചു. ഇനി മാരത്തൺ ഓട്ടത്തെക്കുറിച്ച് നോക്കാം. ഗ്രീക്കോ പേർഷ്യൻ യുദ്ധകാലത്ത് ഏതൻസിൽ നിന്ന് 26 മൈലുകൾക്കപ്പുറത്തുള്ള മാരത്തണിൽ വെച്ച് ഗ്രീക്കുകാരും പേർഷ്യക്കാരും ഏറ്റുമുട്ടി. യുദ്ധത്തിൽ ഗ്രീക്കുകാർ വിജയികളായി. വിജയവാർത്ത അറിയിക്കുന്നതിനു വേണ്ടി ഒരു സന്ദേശവാഹകനെ ഏതൻസിലേക്ക് അയച്ചു. അത്രയും ദൂരം ഓടിയെത്തി അയാൾ സന്തോഷത്തോടെ ആഹ്ലാദിക്കൂ, നമ്മൾ വിജയിച്ചു എന്ന് ആർത്തു വിളിച്ചു. എന്നാൽ ദീർഘദൂരം ഓടിയതിന്റെ ഫലമായി അയാൾ അപ്പോൾ തന്നെ മരണപ്പെട്ടു. ഈ ഓട്ടത്തിന്റെ ഓർമ്മക്കായി ദീർഘദൂര ഓട്ടത്തിന് മാരത്തൺ ഓട്ടം എന്ന് പേര് നൽകിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെയാണ് മാരത്തൺ ഓട്ടം എന്ന പേരുണ്ടായത്. ഹെറോഡോട്ടസും തൂസിഡൈഡ്സും ഗ്രീക്കോ പേർഷ്യൻ യുദ്ധങ്ങളെ ഇതിവൃത്തമാക്കി രചിച്ച കൃതിയാണ് ദ ഹിസ്റ്ററീസ്. ലോകത്തെ ആദ്യത്തെ ചരിത്ര കൃതിയാണിത്. ചരിത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഹെറോഡോട്ടസ് ആണ് ഈ കൃതി രചിച്ചത്. സ്പാർട്ടയും ഏതൻസും തമ്മിൽ നടന്ന പെലോപ്പോനീഷ്യൻ യുദ്ധങ്ങളുടെ ചരിത്രം രേഖപ്പെടുത്തിയത് തൂസിഡൈഡ്സ് എന്ന ചരിത്രകാരനാണ്. ഹിസ്റ്ററി ഓഫ് ദ പെലോപ്പൊനീഷ്യൻ വാർ എന്നാണ് ആ ചരിത്രകൃതിയുടെ പേര്. അപ്പോൾ എന്താ പറയുക, ഹെറോഡോട്ടസിൻ്റെയും തൂസിഡൈഡ്സിൻ്റെ ചിത്രങ്ങളാണ് രണ്ട് സൈഡിലും, പ്രതിമകളാണ് കേട്ടോ രണ്ട് സൈഡിലും കാണുന്നത്. ഗ്രീക്ക് തത്വചിന്തകർ. ലോകത്തെ സ്വാധീനിച്ച പ്രധാന ഗ്രീക്ക് തത്വചിന്തകരാണ് സോക്രട്ടീസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ എന്നിവർ. ഗ്രീക്ക് തത്വചിന്തകർ ആരൊക്കെയാണ്? സോക്രട്ടീസിനെ കുറിച്ച് നോക്കാം. അറിവാണ് നന്മ എന്ന തത്വത്തിന് പ്രാധാന്യം നൽകി സംവാദ രീതിയിലൂടെ ആശയങ്ങൾ പ്രചരിപ്പിച്ചു. പ്ലേറ്റോ, സോക്രട്ടീസിന്റെ ശിഷ്യൻ, അക്കാദമി എന്ന പഠന കേന്ദ്രം സ്ഥാപിച്ചു. പ്രധാന കൃതി റിപ്പബ്ലിക്. അരിസ്റ്റോട്ടിൽ, പ്ലേറ്റോയുടെ അക്കാദമിയിൽ വിദ്യാർത്ഥിയായിരുന്നു. ലൈസിയം എന്ന പഠന കേന്ദ്രം സ്ഥാപിച്ചു. പൊളിറ്റിക്സ് എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ്. പുരാതന ഗ്രീക്ക് സംസ്കാരത്തെക്കുറിച്ച് വിവരങ്ങൾ ലഭിക്കുന്നത് ഹോമറിന്റെ ഇതിഹാസ കാവ്യങ്ങളായ ഇലിയഡ്, ഒഡീസി എന്നിവയിൽ നിന്നാണ്. ഇലിയഡ്, ഗ്രീക്കുകാർ ട്രോയ് നഗരത്തിന് നേരെ നടത്തിയ യുദ്ധത്തിന്റെ കഥയാണ് ഇലിയഡ്. ട്രോയ് നഗരവുമായുള്ള വർഷങ്ങൾ നീണ്ട യുദ്ധത്തിനു ശേഷവും ഗ്രീക്ക് സൈന്യത്തിന് വിജയിക്കാനായില്ല. അവർ ഒരു കൂറ്റൻ മരക്കുതിരയുണ്ടാക്കി. ഏറ്റവും മികച്ച പോരാളികളെ കുതിരക്കുള്ളിലാക്കിയ ശേഷം ട്രോയ് നഗരത്തിന്റെ വഴിയിൽ ഉപേക്ഷിച്ച് പിൻവാങ്ങി. തോൽവി സമ്മതിച്ച ഗ്രീക്കുകാർ നൽകിയ സമ്മാനമാണ് ആ മരക്കുതിരയെന്ന് ട്രോജന്മാർ കരുതി. വിജയലഹരിയിൽ ട്രോജന്മാർ മരക്കുതിരയെ വലിച്ച് നഗരത്തിനുള്ളിലേക്ക് കൊണ്ടുവന്നു. രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ കുതിരക്കുള്ളിൽ നിന്നും ഭടന്മാർ പുറത്തിറങ്ങി. കടലിൽ ഒളിച്ചു കിടക്കുകയായിരുന്ന ഗ്രീക്ക് കപ്പലുകൾ ട്രോയിലേക്ക് ഇരച്ചു കയറി. പ്രഭാതത്തിൽ ട്രോയ് നഗരം നാമാവശേഷമായി തീർന്നു. അടുത്തതൊരു പ്രവർത്തനമാണ് കേട്ടോ. ചരിത്രം, തത്വചിന്ത, സാഹിത്യം എന്നീ മേഖലകളിൽ സംഭാവന നൽകിയ ഗ്രീക്കുകാരുടെ ചിത്രങ്ങളും വിവരങ്ങളും ഉൾപ്പെടുത്തി ഒരു ചുമർ പത്രിക തയ്യാറാക്കൂ. നിങ്ങൾ ക്ലാസ്സിൽ ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണിത്. അതിനു വേണ്ടിയിട്ട് ചരിത്രം, തത്വചിന്ത, സാഹിത്യം എന്നീ മേഖലകളിൽ സംഭാവന നൽകിയ ഗ്രീക്കുകാരുടെ ചിത്രങ്ങളും വിവരങ്ങളും ശേഖരിക്കുക കേട്ടോ. എന്നിട്ടൊരു ചുമർ പത്രിക തയ്യാറാക്കുക. പേർഷ്യൻ സാമ്രാജ്യം. കൂട്ടുകാരെ, ഞങ്ങളുടെ രാജ്യമായ ഇറാൻ പേർഷ്യൻ സാംസ്കാരിക പൈതൃകം ഉൾക്കൊള്ളുന്നു. അക്കാലത്ത് നിലനിന്നിരുന്ന സാമ്രാജ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു പേർഷ്യൻ സാമ്രാജ്യം. വ്യത്യസ്ത ഭൂപ്രദേശങ്ങൾ ഈ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നതിനാൽ വൈവിധ്യമാർന്ന സംസ്കാരവും ഭാഷയും പാരമ്പര്യവും ഒത്തുചേർന്നതായിരുന്നു പേർഷ്യൻ സാമ്രാജ്യം. പെർസെപോളിസ് ആയിരുന്നു ഈ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം. പെർസെപോളിസിന്റെ ഒരു ചിത്രമാണ് കേട്ടോ കാണിക്കുന്നത്. ഇറാനെ പ്രതിനിധീകരിച്ച് സാംസ്കാരിക വിനിമയ പരിപാടിയിൽ പങ്കെടുത്ത ജഹാന്റെ വിവരണം ശ്രദ്ധിച്ചല്ലോ. എന്തെല്ലാം ആശയങ്ങളാണ് ഈ വിവരണത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്? എന്തെല്ലാമാണ്? പേർഷ്യൻ സാംസ്കാരിക പൈതൃകം ഉൾക്കൊള്ളുന്ന രാജ്യമാണ് ഇന്നത്തെ ഇറാൻ. വ്യത്യസ്ത ഭൂപ്രദേശങ്ങൾ പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു. പെർപോളിസ് ആയിരുന്നു പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം.
പേർഷ്യൻ സാമ്രാജ്യത്തിലെ പ്രമുഖരായ ഭരണാധികാരികളായിരുന്നു സൈറസും ദാരിയസ് ഒന്നാമനും സെർക്സിസും. ഇനി പേർഷ്യൻ ഭരണ സംവിധാനം. ഭരണ സൗകര്യത്തിനായി വിശാലമായ സാമ്രാജ്യത്തെ നിരവധി സത്രപി പ്രവിശ്യകളായി വിഭജിച്ചിരുന്നു. സത്രപ് എന്നറിയപ്പെട്ടിരുന്ന ഗവർണർമാരുടെ കീഴിലായിരുന്നു സത്രപികൾ. സത്രപ്മാർ രാജാവിന്റെ നിയമങ്ങളും നികുതി സമ്പ്രദായങ്ങളും സത്രപികളിൽ നടപ്പിലാക്കി. സരതുഷ്ട്ര ദർശനം. പേർഷ്യയിലാണ് സരതുഷ്ട്ര ദർശനം രൂപം കൊണ്ടത്. സരതുഷ്ട്രയാണ് സ്ഥാപകൻ. അഹുരമസ്ദ എന്ന് വിളിക്കപ്പെട്ട ദൈവത്തിൽ വിശ്വസിച്ചു. സെൻ അവസ്ക ആയിരുന്നു മതഗ്രന്ഥം. ഇനി പേർഷ്യൻ സാമ്രാജ്യത്തെയും സംസ്കാരത്തെയും കുറിച്ച് ഒരു പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നതിനുള്ള ചോദ്യോത്തരങ്ങൾ തയ്യാറാക്കൂ. അപ്പൊ എന്താണ്, പേർഷ്യൻ സാമ്രാജ്യത്തെയും സംസ്കാരത്തെയും കുറിച്ച് ഒരു പ്രശ്നോത്തരി ക്ലാസ്സിൽ സംഘടിപ്പിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള ചോദ്യോത്തരങ്ങളാണ് തയ്യാറാക്കേണ്ടത്. എന്തെല്ലാം അതിൽ ഉൾപ്പെടുത്താം? ചോദ്യം: പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം ഏത്? ഉത്തരം: പെർസെപോളിസ്. ചോദ്യം: ആരുടെ പിന്മുറക്കാരാണ് പേർഷ്യക്കാർ? മെസൊപ്പൊട്ടോമിയയിലേക്ക് കുടിയേറിയ ആര്യന്മാരാണ്. പേർഷ്യൻ സാമ്രാജ്യത്തിലെ പ്രമുഖരായ ഭരണാധികാരികൾ ആരെല്ലാമായിരുന്നു? സൈറസ്, ദാരിയസ് ഒന്നാമൻ, സെർക്സിസ്. പേർഷ്യൻ സാമ്രാജ്യത്തിന് അടിത്തറയിട്ടത് ആരാണ്? BC 6-ാം നൂറ്റാണ്ടിൽ ഗ്രേറ്റ് സൈറസ് ആണ് പേർഷ്യൻ സാമ്രാജ്യത്തിന് അടിത്തറയിട്ടത്. പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ ഭരണരീതി എന്തൊക്കെയാണ്? കേന്ദ്രീകൃത ഭരണം, പ്രവിശ്യകളായി തിരിച്ചുള്ള ഭരണം. പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ സംഭാവനകൾ എന്തൊക്കെയാണ്? പേർഷ്യൻ സാമ്രാജ്യം കല, വാസ്തുവിദ്യ, തത്വചിന്ത, സാഹിത്യം എന്നിവയിൽ വലിയ സംഭാവനകൾ നൽകി. റോമൻ സാമ്രാജ്യം. ഹായ് കൂട്ടുകാരെ, എൻ്റെ പേര് എലീന. എൻ്റെ നാടായ ഇറ്റലി റോമ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു. പാശ്ചാത്യ നാഗരികതയുടെ ജന്മസ്ഥലമായാണ് റോമ നഗരം കണക്കാക്കപ്പെടുന്നത്. എല്ലാ പാതകളും റോമിലേക്ക് എന്ന പ്രയോഗം തന്നെ ഈ സാമ്രാജ്യത്തിന്റെ പ്രാധാന്യം സൂചിപ്പിക്കുന്നു. ആദ്യകാലത്ത് റോമിൽ രാജഭരണമായിരുന്നു നിലനിന്നിരുന്നത്. എന്നാൽ കാലക്രമത്തിൽ പ്രജാതൽപരർ അല്ലാത്ത ഭരണാധികാരികൾക്കെതിരെ കലാപങ്ങൾ ഉയർന്നു വരികയും BCE 6-ാം നൂറ്റാണ്ടിൽ രാജഭരണം അവസാനിക്കുകയും ചെയ്തു. തുടർന്ന് റിപ്പബ്ലിക് എന്ന പുതിയൊരു ഭരണ സംവിധാനം റോമിൽ നിലവിൽ വന്നു. പുരാതന റോമിന്റെ ചരിത്രത്തിലെ പ്രധാന വഴിത്തിരിവായിരുന്നു റിപ്പബ്ലിക്കിന്റെ ഉദയം. പുരാതന റോമിനെ കുറിച്ച് എലീന നൽകിയ വിവരണത്തിൽ നിന്നും ലഭിച്ച വിവരങ്ങൾ കുറിക്കൂ. പാശ്ചാത്യ നാഗരികതയുടെ ജന്മസ്ഥലമായി റോമ നഗരം കണക്കാക്കപ്പെടുന്നു. പിന്നെ എന്തെല്ലാം വിവരങ്ങളാണ്? റോമിൽ രാജഭരണം നിലനിന്നിരുന്നു. BCE 6-ാം നൂറ്റാണ്ടിൽ രാജഭരണം അവസാനിച്ച് റിപ്പബ്ലിക് ഭരണ സംവിധാനം നിലവിൽ വന്നു. പുരാതന റോമിന്റെ ചരിത്രത്തിലെ വഴിത്തിരിവായിരുന്നു റിപ്പബ്ലിക്കിന്റെ ഉദയം. ഇനി റിപ്പബ്ലിക്കൻസ് ഭരണ സംവിധാനത്തിൽ രാജാവിന് പകരം കോൺസൽ എന്നറിയപ്പെട്ടിരുന്ന തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗസ്ഥർക്കായിരുന്നു ഭരണ ചുമതല. BCE 1-ാം നൂറ്റാണ്ടിൽ റോമൻ റിപ്പബ്ലിക്കിന്റെ കോൺസൽ പദവി വഹിച്ചിരുന്ന ജൂലിയസ് സീസർ റിപ്പബ്ലിക്കിന്റെ ഭരണരീതി അവസാനിപ്പിച്ച് ഏകാധിപതിയായി അധികാരം കൈയടക്കി. വലതുഭാഗത്ത് കാണുന്നതാണ് ജൂലിയസ് സീസർ. അഗസ്റ്റസിന്റെ ഭരണകാലത്താണ് റോമൻ റിപ്പബ്ലിക് പൂർണ്ണമായും റോമാ സാമ്രാജ്യമായി മാറിയത്. ഇതോടെ ചക്രവർത്തി പരമോന്നത ഭരണാധികാരിയായി മാറി. സൈഡിൽ കാണിക്കുന്ന ഒരു പ്രതിമ കണ്ടോ? അഗസ്റ്റസിന്റെ ഒരു ചിത്രമാണിത്, ഒരു പ്രതിമയാണിത്. ഇനി റോമൻ സാമ്രാജ്യത്തിന്റെ സവിശേഷതകൾ നോക്കാം. എന്തൊക്കെയാണ്? യൂറോപ്പ്, വടക്കൻ ആഫ്രിക്ക, പടിഞ്ഞാറൻ ഏഷ്യ എന്നിവിടങ്ങളിൽ വ്യാപിച്ചിരുന്ന വിശാലമായ സാമ്രാജ്യമായിരുന്നു. റോമൻ ചക്രവർത്തിമാർ പ്രിൻസപ്പ് പ്രഥമ പൗരൻ എന്നറിയപ്പെട്ടു. പ്രിൻസപ്പ് തലവനായ റോമൻ ഭരണ സംവിധാനം പ്രിൻസപ്പറ്റ് എന്നറിയപ്പെട്ടു. അഗസ്റ്റസ് ആണ് പ്രിൻസിപ്പേറ്റ് ഭരണ സംവിധാനം സ്ഥാപിച്ചത്. വേതനം കൈപ്പറ്റി സേവനം ചെയ്ത ശക്തമായ സൈന്യം ഉണ്ടായിരുന്നു. റോമിന്റെ സാംസ്കാരിക സംഭാവനകൾ. ഭാഷ, സാഹിത്യം, കല, നഗരാസൂത്രണം തുടങ്ങിയ മേഖലകളിലെല്ലാം റോമിന്റെ സംഭാവനകൾ നിലനിൽക്കുന്നുണ്ട്. ജലവിതരണത്തിനായി നിർമ്മിക്കപ്പെട്ട കമാനാകൃതിയിലുള്ള കനാലുകളായ അക്വിഡക്റ്റുകളും വിശാലമായതും തുറന്ന വേദിയുമായ കൊളോസിയവും റോമൻ സാമ്രാജ്യത്തിന്റെ സാംസ്കാരിക സംഭാവനകളാണ്. ഇവിടെ തന്നിട്ടുണ്ട് അക്വിഡക്റ്റിന്റെ ചിത്രവും കൊളോസിയത്തിന്റെ ചിത്രവും കേട്ടോ കാണിച്ചിട്ടുള്ളത്. ഇനി റോമിൽ നിലനിന്ന വ്യത്യസ്ത ഭരണ സംവിധാനങ്ങളെ കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. റോമിൽ നിലനിന്നിട്ടുള്ള വ്യത്യസ്ത ഭരണ സംവിധാനങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തി അതിനെക്കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത്. എങ്ങനെ എഴുതാം? ആദ്യകാലത്ത് റോമിൽ രാജഭരണം നിലനിന്നിരുന്നു. BCE 6-ാം നൂറ്റാണ്ടിൽ രാജഭരണം അവസാനിച്ച് റിപ്പബ്ലിക് ഭരണ സംവിധാനം നിലവിൽ വന്നു. റിപ്പബ്ലിക്കൻ ഭരണ സംവിധാനത്തിൽ രാജാവിന് പകരം കോൺസൽ എന്നറിയപ്പെട്ടിരുന്ന
തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗസ്ഥർക്കായിരുന്നു ഭരണ ചുമതല. BCE 1-ാം നൂറ്റാണ്ടിൽ റോമൻ റിപ്പബ്ലിക്കിന്റെ കോൺസൽ പദവി വഹിച്ചിരുന്ന ജൂലിയസ് സീസർ റിപ്പബ്ലിക്കൻ ഭരണരീതി അവസാനിപ്പിച്ച് ഏകാധിപതിയായി അധികാരം കൈയടക്കി. അഗസ്റ്റസിന്റെ ഭരണകാലത്താണ് റോമൻ റിപ്പബ്ലിക് പൂർണ്ണമായും റോമാ സാമ്രാജ്യമായി മാറിയത്. ഇതോടെ ചക്രവർത്തി പരമോന്നത ഭരണാധികാരിയായി മാറി. ഇനി രാഷ്ട്ര രൂപീകരണം ഇന്ത്യയിൽ നമുക്കത് നോക്കാം. സാംസ്കാരിക വിനിമയ പരിപാടിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത് വിവാൻ ആയിരുന്നു. വിവാന്റെ വിവരണം ശ്രദ്ധിക്കാം. ഞാൻ വിവാൻ ഇന്ത്യയെ പ്രതിനിധീകരിച്ചാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. സിന്ധു നദിയുടെയും പോഷക നദികളുടെയും തീരങ്ങളിൽ നിലനിന്നിരുന്ന ഹരപ്പൻ സംസ്കാരത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഹരപ്പൻ സംസ്കാരത്തിന്റെ തകർച്ചയ്ക്ക് ശേഷം ഏകദേശം 1500 BCEയുടെ ആര്യന്മാർ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കു പടിഞ്ഞാറുള്ള സപ്തസിന്ധു പ്രദേശങ്ങളിൽ അധിവാസമുറപ്പിച്ചു. അക്കാലത്ത് രചിക്കപ്പെട്ട വേദങ്ങളിൽ നിന്നാണ് ഇവരെക്കുറിച്ച് നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നത്. വേദങ്ങൾ രചിക്കപ്പെട്ട ഈ കാലഘട്ടം വേദകാലം എന്നറിയപ്പെടുന്നു. പിൽക്കാലത്ത് ആര്യന്മാർ സപ്തസിന്ധു പ്രദേശത്തു നിന്ന് ഗംഗയുടെയും പോഷക നദികളുടെയും തീരങ്ങളിൽ എത്തിച്ചേർന്നു. ഇരുമ്പിന്റെ കണ്ടുപിടുത്തവും ഉപയോഗവും കൃഷിയുടെ വ്യാപനത്തിനും ഉൽപാദന വർധനവിനും കാരണമായി. മിച്ചോൽപാദനം കച്ചവട കേന്ദ്രങ്ങളുടെ വികാസത്തിന് വഴിതെളിച്ചു. ഈ കച്ചവട കേന്ദ്രങ്ങളാണ് പിന്നീട് നഗരങ്ങളായി മാറിയത്. ഈ നഗരങ്ങൾ കേന്ദ്രീകരിച്ച് ജനപദങ്ങൾ രൂപപ്പെട്ടു. വിവാൻ നൽകിയ വിവരണത്തിൽ നിന്നും ഇന്ത്യയിലെ ജനപദങ്ങളുടെ വളർച്ചയെ സൂചിപ്പിക്കുന്ന ചരിത്ര വഴികൾ കണ്ടെത്തി ചുവടെ നൽകിയിരിക്കുന്ന വർക്ക്ഷീറ്റ് പൂർത്തിയാക്കൂ. ഇതാണ് വർക്ക്ഷീറ്റ്. എന്തൊക്കെ കൊടുത്തിട്ടുണ്ട്? ഇരുമ്പിന്റെ കണ്ടുപിടുത്തവും ഉപയോഗവും, ഉൽപാദന വർധനവ്, കച്ചവട കേന്ദ്രങ്ങൾ, ജനപദങ്ങൾ. ഇനിയും കുറച്ചുകൂടെ അതിൽ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. എങ്ങനെയാണ്? കൃഷിയുടെ വ്യാപനം, മിച്ചോൽപാദനം, നഗരങ്ങൾ. ഇതും കൂടി അതിൽ എഴുതട്ടോ. ഇതെല്ലാം എഴുതിയിട്ട് ആ ഒരു വർക്ക്ഷീറ്റ് കംപ്ലീറ്റ് ആക്കുക. ജനപദങ്ങളിൽ നിന്ന് മഹാജനപദങ്ങളിലേക്ക്. പുരാതന ഇന്ത്യയിൽ രൂപം കൊണ്ട നഗരങ്ങൾ കേന്ദ്രീകരിച്ചാണ് ജനപദങ്ങൾ രൂപപ്പെട്ടതെന്ന് കണ്ടല്ലോ. ഫലഭൂയിഷ്ഠമായ നദീതടങ്ങളും സമൃദ്ധമായ വനമേഖലകളും ചില ജനപദങ്ങളെ കൂടുതൽ ശക്തമാക്കി. സമീപ പ്രദേശത്തുള്ള ജനപദങ്ങളെ കീഴടക്കിയ പ്രബലമായ ജനപദങ്ങൾ മഹാജനപദങ്ങളായി പരിണമിച്ചു. മഹാജനപദങ്ങളുടെ കാലം ഇന്ത്യയിലെ 2ാം നഗരവൽക്കരണം എന്നാണ് അറിയപ്പെടുന്നത്. മഗധ പ്രബല ശക്തിയാകുന്നു. BCE 6-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ നിലനിന്നിരുന്ന 16 മഹാജനപദങ്ങളിൽ പ്രബല ശക്തിയായി മാറിയത് മഗധയാണ്. ഇനി ജനപദങ്ങൾ എന്താന്ന് നോക്കാം. ജനപദം എന്നാൽ ജനം അധിവസിച്ച സ്ഥലം എന്നാണ് അർത്ഥം. വിഭവങ്ങൾ ലഭ്യമായ ഇടങ്ങളിൽ കൃഷിയിടങ്ങളും താമസ മേഖലകളും രൂപപ്പെടുത്തിയ ജനങ്ങൾ അവിടെ സ്ഥിരമായി താമസിച്ചു. ഇങ്ങനെയാണ് ജനപദങ്ങൾ രൂപപ്പെട്ടത്. 16 മഹാജനപദങ്ങൾ: കംബോജം, ഗാന്ധാരം, മഗധ, അഖം, വജ്ജി, മല്ല, കാശി, വത്സ, കോൽസലം, ചേതി, പാഞ്ചാലം, അശ്മഖം, അവന്തി, ശൂരസേന, കുരു, മത്സ്യ എന്നിവയായിരുന്നു 16 മഹാജനപദങ്ങൾ. ഭൂപടം 2.2-ൽ മഗധയുടെ സ്ഥാനം രേഖപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധിക്കൂ. പ്രബലമായ ഒരു മഹാജനപദമാകുന്നതിന് മഗധയെ സഹായിച്ച ഘടകങ്ങൾ എന്തെല്ലാമായിരുന്നുവെന്ന് നോക്കാം. എന്തെല്ലാമായിരുന്നു? ശക്തരായ ഭരണാധികാരികളും ശക്തമായ സൈന്യവും ഗംഗയുടെയും പോഷക നദികളുടെയും സാമീപ്യം കൊണ്ടുണ്ടായ ഫലഭൂയിഷ്ഠത, ഇരുമ്പുയിരിന്റെ സാന്നിധ്യം, ഇരുമ്പായുധങ്ങളുടെയും ഉപകരണങ്ങളുടെയും നിർമ്മാണവും ഉപയോഗവും, കാർഷിക മേഖലയിലും വാണിജ്യരംഗത്തും ഉണ്ടായ പുരോഗതി. തുടക്കത്തിൽ രാജഗൃഹയും ബീഹാറിലെ രാജ്ഗീർ, പിന്നീട് പാടലീപുത്രവും പാറ്റ്ന ആയിരുന്നു മഗധയുടെ തലസ്ഥാനങ്ങൾ. ഇനി മഗധയിലെ പ്രധാന ഭരണാധികാരികൾ ആരൊക്കെയാണ്? ബിംബിസാരൻ, അജാതശത്രു, മഹാപത്മനന്ദൻ, ധനനന്ദൻ. മൗര്യരാജ്യം. ഇനി നമുക്ക് മൗര്യരാജ്യത്തെ കുറിച്ച് നോക്കാം. BCE 321-ൽ മഗധയിലെ ഭരണാധികാരിയായിരുന്ന ധനനന്ദനെ പരാജയപ്പെടുത്തി ചന്ദ്രഗുപ്ത മൗര്യൻ മഗധയുടെ അധികാരം പിടിച്ചെടുത്തു. മഗധയോടൊപ്പം സമീപ പ്രദേശങ്ങളും കൂട്ടിച്ചേർത്ത് മൗര്യരാജ്യം സ്ഥാപിച്ചത് ചന്ദ്രഗുപ്ത മൗര്യനാണ്. മഗധയെ വിശാലമായ മൗര്യ രാജ്യമാക്കി മാറ്റാനും മികച്ചൊരു ഭരണ സംവിധാനം രൂപപ്പെടുത്താനും ചന്ദ്രഗുപ്ത മൗര്യനെ സഹായിച്ചത് അദ്ദേഹത്തിന്റെ മന്ത്രിയായിരുന്ന കൗടില്യൻ അഥവാ ചാണക്യനാണ്. മൗര്യ രാജ്യത്തിലെ മികച്ച ഭരണാധികാരിയായിരുന്ന അശോകൻ കാശ്മീരും കലിംഗവും, ഇന്നത്തെ ഒഡീഷയുടെ കടലോര പ്രദേശം, അതാണ് കാശ്മീരും കലിംഗവും, കീഴടക്കി രാജ്യത്തിന്റെ വിസ്തൃതി വർദ്ധിപ്പിച്ചു. ഭൂപടം 2.3-ൽ നിന്നും മൗര്യ രാജ്യത്തിന്റെ വിസ്തൃതി നിരീക്ഷിക്കുക. അപ്പോൾ താഴെ കൊടുത്തിട്ടുണ്ട് അല്ലേ, മൗര്യ രാജ്യത്തിന്റെ ഒരു ഭൂപടമാണ് കൊടുത്തിട്ടുള്ളത് 2.3 കേട്ടോ. ഇനി കൗടില്യന്റെ അർത്ഥശാസ്ത്രം.
മൗര്യരാജ്യത്തെക്കുറിച്ച് നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നത് കൗടില്യൻ രചിച്ച അർത്ഥശാസ്ത്രത്തിൽ നിന്നാണ്. രാജാവ് ഭരണം നടത്തേണ്ടതും രാജ്യവിസ്തൃതി വർദ്ധിപ്പിക്കേണ്ടതും എങ്ങനെയാണെന്ന് ഈ കൃതിയിൽ വിവരിക്കുന്നുണ്ട്. രാജ്യത്തെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷിക്കേണ്ട വിധം, നികുതി ഈടാക്കൽ എന്നിവയെക്കുറിച്ചെല്ലാം വിശദമായ വിവരണങ്ങൾ നൽകുന്ന ഗ്രന്ഥമാണിത്. മഹാജനപദമായിരുന്ന മഗധ ശക്തമായ മൗര്യരാജ്യമായി വളർന്നതെങ്ങനെയെന്ന് ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കൂ. എങ്ങനെയാണ് മക്കളെ കുറിപ്പ് തയ്യാറാക്കേണ്ടത്? എന്തെല്ലാം കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്താം? BCE 321 മഗധയിലെ ഭരണാധികാരിയായിരുന്ന ധനനന്ദനെ പരാജയപ്പെടുത്തി ചന്ദ്രഗുപ്ത മൗര്യൻ മഗധയുടെ അധികാരം പിടിച്ചെടുത്തു. മഗധയോടൊപ്പം സമീപ പ്രദേശങ്ങളും കൂട്ടിച്ചേർത്ത് മൗര്യരാജ്യം സ്ഥാപിച്ചത് ചന്ദ്രഗുപ്ത മൗര്യനാണ്. മഗധയെ വിശാലമായ മൗര്യരാജ്യമാക്കി മാറ്റാനും മികച്ചൊരു ഭരണ സംവിധാനം രൂപപ്പെടുത്താനും ചന്ദ്രഗുപ്ത മൗര്യനെ സഹായിച്ചത് അദ്ദേഹത്തിന്റെ മന്ത്രിയായിരുന്ന കൗടില്യൻ അഥവാ ചാണക്യനാണ്. മൗര്യരാജ്യത്തിലെ മികച്ച ഭരണാധികാരിയായിരുന്നു അശോകൻ. കാശ്മീരും കലിംഗവും ഇന്നത്തെ ഒഡീഷയുടെ കടലോര പ്രദേശം കീഴടക്കി രാജ്യത്തിന്റെ വിസ്തൃതി വർദ്ധിപ്പിച്ചു. ഇത്ര കാര്യങ്ങൾ നമുക്കതിൽ എഴുതി ചേർക്കാം. പ്രാചീന ഇന്ത്യയിലെ ദർശനങ്ങൾ. പ്രാചീന ഇന്ത്യയിലുണ്ടായ ആദ്യകാല രാഷ്ട്ര രൂപീകരണം നാം കണ്ടല്ലോ. ഇനി ഇക്കാലഘട്ടത്തിൽ രൂപം കൊണ്ട ചില ദർശനങ്ങളെ നമുക്ക് പരിചയപ്പെടാം. ജൈനമതം. BCE 6-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ രൂപം കൊണ്ട ദർശനമായിരുന്നു ജൈനമതം. വർദ്ധമാന മഹാവീരനാണ് ജൈനമതം പ്രചരിപ്പിച്ചത്. ജൈനമതത്തിലെ 24-ാമത്തെ തീർത്ഥങ്കരനായിരുന്നു വർദ്ധമാന മഹാവീരൻ. ലൗകിക സുഖങ്ങളെ കീഴടക്കിയവൻ എന്നർത്ഥം വരുന്ന ജിനൻ എന്നും അദ്ദേഹം അറിയപ്പെട്ടു. കൊടുത്തിട്ടുണ്ട്, ഒരു പ്രതിമയുടെ ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലെ, വർദ്ധമാന മഹാവീരന്റെ ഒരു പ്രതിമയാണത്. ഇനി ജൈനമത ആശയങ്ങൾ നോക്കാം. എല്ലാ വസ്തുക്കൾക്കും ജീവനുണ്ട്, ജീവനുള്ള ഒന്നിനെയും ഉപദ്രവിക്കരുത്, അതായത് അഹിംസ, കളവ് പറയരുത്, മോഷ്ടിക്കരുത്, ശരിയായ വിശ്വാസം, ശരിയായ അറിവ്, ശരിയായ പ്രവൃത്തി, ത്രിരത്നങ്ങൾ അതാണ് എന്നിവ അനുഷ്ഠിക്കുക. ഇനി തീർത്ഥങ്കരർ. സന്യാസത്തിലൂടെ ജ്ഞാനം നേടിയവർ എന്നാണ് തീർത്ഥങ്കരർ എന്ന വാക്കിന്റെ അർത്ഥം. ജൈനമത വിശ്വാസപ്രകാരം 24 തീർത്ഥങ്കരരുണ്ടായിരുന്നു. ഇനി ബുദ്ധമതത്തെ കുറിച്ച് നോക്കാം. പ്രാചീന ഇന്ത്യയിൽ രൂപം കൊണ്ട മറ്റൊരു പ്രധാന ദർശനമായിരുന്നു ബുദ്ധമതം. ഗൗതമ ബുദ്ധനാണ് ബുദ്ധമതം സ്ഥാപിച്ചത്. സിദ്ധാർത്ഥൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്. ബീഹാറിലെ ബോധഗയയിൽ വെച്ച് ജ്ഞാനോദയം നേടിയ അദ്ദേഹം ഗൗതമ ബുദ്ധൻ എന്നറിയപ്പെട്ടു. ഗൗതമ ബുദ്ധന്റെ ഒരു ശില്പമാണ് കാണുന്നത്. ബുദ്ധമത ആശയങ്ങൾ എന്തൊക്കെയായിരുന്നു? ഹിംസിക്കാതിരിക്കുക, കളവ് പറയാതിരിക്കുക, സത്യസന്ധത പുലർത്തുക, അന്യരുടെ സ്വത്ത് ആഗ്രഹിക്കാതിരിക്കുക. ജൈനമതത്തിന്റെയും ബുദ്ധമതത്തിന്റെയും ആശയങ്ങളുടെ പൊതു സവിശേഷതകൾ വിശകലനം ചെയ്യുക. ഇതിപ്പോൾ നമ്മളിതാ വായിച്ചില്ലേ, ബുദ്ധമത ആശയങ്ങളും ജൈനമതത്തിന്റെ ആശയങ്ങളും അത് തന്നെയാണ് കേട്ടോ. എന്തൊക്കെയായിരുന്നു ജൈനമത ആശയങ്ങൾ? എല്ലാ വസ്തുക്കൾക്കും ജീവനുണ്ട്, ജീവനുള്ള ഒന്നിനെ ഉപദ്രവിക്കരുത്, കളവ് പറയരുത്, മോഷ്ടിക്കരുത്, ശരിയായ വിശ്വാസം, ശരിയായ അറിവ്, ശരിയായ പ്രവൃത്തി എന്നിവ അനുഷ്ഠിക്കുക. അതുപോലെ ബുദ്ധമത ആശയങ്ങൾ എന്തായിരുന്നു? ഹിംസിക്കാതിരിക്കുക, കളവ് പറയാതിരിക്കുക, സത്യസന്ധത പുലർത്തുക, അന്യരുടെ സ്വത്ത് ആഗ്രഹിക്കാതിരിക്കുക. അടുത്തു നോക്കൂ, ചാർവാക ദർശനം. ഇന്ത്യയിൽ നിലനിന്നിരുന്ന മറ്റൊരു ദർശനമായിരുന്നു ചാർവാക ദർശനം. ഈ ദർശനം ലോകായത എന്നും അറിയപ്പെട്ടിരുന്നു. വിശ്വസിക്കുക എന്നതിനേക്കാൾ അന്വേഷിക്കുക എന്ന തത്വത്തിനായിരുന്നു ചാർവാക ദർശനം പ്രാധാന്യം നൽകിയിരുന്നത്. BCE 6-ാം നൂറ്റാണ്ട് മുതൽ ലോകത്താകമാന മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നൂതനമായ കാഴ്ചപ്പാടുകൾ രൂപം കൊള്ളാൻ തുടങ്ങിയിരുന്നു. ഈ കാലഘട്ടത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ടായ രാഷ്ട്രീയ ദാർശനിക വികാസങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ പാഠഭാഗത്തിൽ ചർച്ച ചെയ്തത്. രാഷ്ട്ര രൂപീകരണം, ഭരണ സംവിധാനങ്ങൾ, സാംസ്കാരിക മുന്നേറ്റങ്ങൾ തുടങ്ങിയ മേഖലകളിലുണ്ടായ മാറ്റങ്ങൾ നാം പരിചയപ്പെട്ടു. രാഷ്ട്രത്തിന്റെയും ഭരണ സംവിധാനത്തിന്റെയും സവിശേഷതകളും പ്രത്യേകതകളും എന്തൊക്കെയാണെന്ന് തുടർന്നുള്ള പാഠങ്ങളിൽ പരിചയപ്പെടാം. അപ്പോൾ ഇതോടെ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ടോ മക്കളെ. ഈ ചാപ്റ്ററിലെ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനും പ്രവർത്തനങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ചെയ്തത്. അപ്പോൾ എല്ലാവരും വർക്ക് നന്നായിട്ട് ചെയ്യുക. മനസ്സിലായിട്ടുണ്ടോ ക്ലാസ്സൊക്കെ? ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന മക്കൾ നമ്മുടെ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാ മക്കൾക്കും ഓൾ ദി ബെസ്റ്റ്. ഗുഡ് ബൈ.